നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ്. എറണാകുളം നഗരത്തിൽ പുല്ലേപ്പടി പാലത്തിന് സമീപം തീപിടുത്തമുണ്ടായിരിക്കുന്ന അവിടുത്തെ ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ തീ അണയ്ക്കുകയാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എറണാകുളം നഗരത്തിൽ തന്നെയാണ്, കലൂരിനും സൗത്ത് ഭാഗത്തേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ റോഡിനോട് ചേർന്നാണ് പുല്ലേപ്പടി പാലം. അതിന് സമീപമാണ് ഇപ്പോൾ അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഇപ്പോഴും തീ ആളി കത്തുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എന്താണ് അവിടെ തീപിടുത്തത്തിന് കാരണം എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീ ആളി പടരുന്നത് തന്നെയാണ്. വലിയ തോതിലുള്ള പുകപടലവും നഗരത്തിൽ ഉയർന്നിട്ടുണ്ട്. പുല്ലേപ്പടി എന്ന് പറയുന്നത് നഗരഹൃദയത്തിൽ തന്നെയാണ്. പുല്ലേപ്പടി പാലം എന്ന് പറയുന്നത് കലൂർ കടവന്ത്ര റോഡിൽ നിന്ന് സൗത്ത് ഭാഗത്തേക്ക് പോകുന്ന പാലം. അതോടൊപ്പം തന്നെ ടൗൺ ഹാളിന് പുറകുവശമായിട്ട് വരുന്ന ഭാഗം കൂടിയാണ് ഈ പുല്ലേപ്പടി പാലം എന്ന് പറയുന്നത്. ആര്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആര്യ, പുല്ലേപ്പടിയിൽ ഇപ്പോൾ ആക്രിക്കടയ്ക്ക് തീപിടിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്, അതിൻ്റെ കാരണം എന്ന് വ്യക്തമായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അപായം ഉണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ആര്യ? തീർച്ചയായിട്ടും മഹേഷ്, തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുക വലിയ രീതിയിൽ ഉയരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൂടെ തൊട്ടടുത്ത് തന്നെ ആളുകൾ താമസിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. തുടർന്ന് ഒരു മരവും കൂടെ ഉണ്ട്. മരത്തിന്റെ ചില്ലകളിലേക്ക് ഈ ഒരു തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെ ഇപ്പോൾ മാലിന്യക്കൂമ്പാരത്തിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിലെത്തി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സിന്റെ ഇപ്പോൾ 4ാമത്തെ യൂണിറ്റാണ് ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ നമുക്കറിയാം, പുല്ലേപ്പടി പാലം എന്ന് പറയുമ്പോൾ നഗരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളപായത്തിനോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തീ അണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുക വലിയ രീതിയിൽ ഉയരുന്ന ഒരു 10-15 മിനിറ്റോളമായി ഇപ്പോൾ ഈ ഒരു തീ ഉയരുന്ന ഒരു സാഹചര്യം. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് ഏത് ഭാഗത്താണ്? അതായത് നമ്മൾ കലൂർ കടവന്ത്ര റോഡിൽ നിന്ന് പുല്ലേപ്പടി പാലം കയറുന്ന ആശുപത്രിയൊക്കെ നിൽക്കുന്ന ആ ഭാഗമാണോ? അതല്ല, നേരെ വന്നിറങ്ങി നേരെ സൗത്തിലേക്ക് പോകുന്ന ആ ഭാഗത്താണോ? പുല്ലേപ്പടി പാലത്തിന്റെ താഴെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. അവിടെ നിരവധി കെട്ടിടങ്ങളാണ്, ആളുകൾ താമസിക്കുന്ന കെട്ടിടം തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന കെട്ടിടമാണ് എതിർവശത്തുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീ ആളി മറ്റ് ബിൽഡിങ്ങുകളിലേക്ക് പകരുമോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു ആദ്യം മുതൽ നിലനിന്നിരുന്നത്. ആ ആശങ്ക കേട്ടപ്പോഴാണ് പിന്നീട് ഈ മരത്തിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ യൂണിറ്റാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സഹായിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ പുക ഉയരുന്നുണ്ടെങ്കിലും ആളിക്കത്തുന്ന ഒരു സ്വഭാവം കാണുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേയായിട്ട് ഈ ഒരു തീയിൽ നിന്നും പൊട്ടിത്തെറിക്കുകയും എന്നൊരു സാഹചര്യം കൂടെ നിലനിന്നിരുന്നു. അതിൽ നിന്നൊക്കെ ആശ്വാസകരമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുക ഉയരുന്നൊരു സാഹചര്യം മാത്രമാണ് നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റോഡും ഗതാഗത സൗകര്യമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ ഈ ഒരു തീ ഉണ്ടാകുക എന്നുള്ളത് വലിയ ആശയക്കുഴപ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയുണ്ടായത്. എന്നാൽ ഈ ഒരു ചെറിയൊരു സൈഡിലേക്ക് തീ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നുള്ളത് ആശങ്ക നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഈ ഒരു ഗതാഗത നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ചതുകൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കിയതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു പാലത്തിന്റെ എതിർവശത്ത് 100-ലധികം ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്.